കോഴിക്കോട് പാറപ്പടിയിൽ വെള്ളപ്പൊക്കത്തിൽ വ്യാപക നാശനഷ്ടം. നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി. പ്രദേശത്തെ ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുൻവർഷങ്ങളിൽ വെള്ളം കയറാത്ത പ്രദേശത്താണ് ഇത്തവണ വെള്ളം കയറിയത് എന്ന് നാട്ടുകാർ പറയുന്നു. അജി കുഞ്ഞുമോൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാറപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നോക്കൂ, ഇത്രയും പൊക്കത്തിൽ, അതായത് ഒരാൾ പൊക്കത്തിൽ അടുത്തെത്തിയിരിക്കുന്നു വെള്ളം എന്നുള്ളതാണ്. ഈ പരിസരത്ത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഈ വീടുകളെല്ലാം തന്നെയും ആളുകൾ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ആ വീടുകൾ പൂർണ്ണമായും വെള്ളത്തിന് അടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഈ വീട്ടിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു. അവരെ എല്ലാം തന്നെയും അവിടെ നിന്ന് മാറ്റി താമസിച്ചു. പ്രത്യേകിച്ച് പ്രായമായ ആളുകളെ ഉൾപ്പെടെ ഇവിടെ നിന്നും തോണിയിലും ഫയർഫോഴ്സിൻ്റെ ബോട്ടുകളിലും അടക്കമാണ് മാറ്റിയത്. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ മുതൽ കോഴിക്കോട് വലിയ തലത്തിലുള്ള മഴ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വൈകുന്നേരം രാത്രി ഈ സമയത്ത് മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ വെള്ളം ഇനിയും ഉയരാൻ സാധ്യതയുള്ള എന്നുള്ളൊരു ആശങ്ക ഇവിടെ ഉള്ളവർക്കുണ്ട്. പ്രത്യേകിച്ച് ഈ പരിസരത്തൊക്കെ തന്നെയും വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കാത്ത, അതെങ്കിൽ കയറാത്തൊരു സ്ഥലമാണ്. പക്ഷേ അവിടെയാണ് ഇത്തരത്തിൽ വ്യാപകമായി വെള്ളം കയറിക്കിടക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങളൊന്നും തന്നെയും ഈ മേഖലകളിൽ ഇല്ല. മഴ ഇപ്പോൾ പെയ്യുന്നത് കൊണ്ട് തന്നെ വീണ്ടും ഈ വെള്ളം ഇവിടുന്ന് ഉയരുകയാണ്. അപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഒരുപാട് ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമാണ്. അവിടെ നിന്നെല്ലാം തന്നെയും ആളുകളെ മാറ്റിയിട്ടുണ്ട്. ഒറ്റ രാത്രി കൊണ്ടാണ് ഇവിടെ ഇത്രയും ഭാഗത്ത് ഈ വെള്ളം കയറിയത് എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത്. നിരവധി കുടുംബങ്ങൾ ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അവരെ എല്ലാം തന്നെയും ഇതിനോടകം തന്നെ മാറ്റിയിട്ടുണ്ട്. അതൊക്കെയും ബോട്ടുകളിലടക്കം, അതായത് ബോട്ടുകളിലും തോണികളിലും അടക്കം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആളുകൾ അനുഭവിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ നമുക്ക് ഈ വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഒഴുകി പോകുവാനുള്ള ഒരു സംവിധാനം ഇല്ല. അപ്പോൾ ഇന്ന് മഴ പെയ്തിട്ടില്ല. ഈ സമയത്ത്, അതായത് രാവിലെ മുതൽ ഈ സമയം വരെ മഴ പെയ്തിരുന്നില്ല. ഈ മഴ പെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ വെള്ളം പൂർണ്ണമായും കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് ഒരു വീടിൻ്റെ കാർപോസ്റ്റാണ്. ആ കാർപോസ്റ്റ് അടക്കം മുങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ വശത്തേക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ ഈ സൈഡിൽ വലിയ തലത്തിൽ മുങ്ങിയത് നമുക്ക് കാണാം. കാർപോസ്റ്റ് അടക്കം മുങ്ങിപ്പോയി എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ വലിയ തലത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ ആളുകൾ ഇതിനോടകം തന്നെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ വലിയ ഒരു പ്രതിസന്ധി ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെയും ഈ മഴക്കെടുതി മൂലം അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ആളുകൾ ഈ വീടിൻ്റെ മുകൾ വശത്തേക്കാണ് അവരുടെ സാധനങ്ങളടക്കം ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. നോക്കൂ, ഫർണിച്ചർ അടക്കം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെയും അവർ മുകളിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെങ്ങും കറണ്ടുമില്ല, വൈദ്യുതിയില്ല. അപ്പോൾ അതും ഒരു പ്രതിസന്ധിയായിട്ട് ഉണ്ട്. പ്രത്യേകിച്ച് വീടുകളെല്ലാം തന്നെ ഇരുട്ടിലാണ്. ഒന്ന് നേരം വെളുത്തപ്പോൾ തന്നെ വലിയ തലത്തിലുള്ള വെള്ളപ്പൊക്കമാണ് ഇവിടെ പെയ്തത്. കനത്ത മഴ പെയ്യുന്നുണ്ട്. കനത്ത മഴ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സമയത്ത് പോലും കനത്ത മഴയും ഇവിടെ പെയ്യുന്നുണ്ട്. വിഷ്ണു കച്ചേരിക്കൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.